സ്മാർട്ട് സിറ്റി പദ്ധതി ജോലികൾ 5.5 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാകുമെന്നും അതോടെ നേരിട്ടും അല്ലാതെയും ചുരുങ്ങിയത് 3 ലക്ഷം പേർക്കെങ്കിലും ജോലി ലഭ്യത ഉറപ്പായിരിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബാജു ജോർജ് വെളിപ്പെടുത്തി. ഓരോ ഡയറക്റ്റ് എംപ്ലോയിന് 3 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3-4 ലക്ഷം പേർക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഈ പ്രോജക്റ്റ് കൊണ്ട് മാത്രം തന്നെ പ്രയോജനം ഉണ്ടാകും. പദ്ധതിയുടെ ഭാവി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ സുപ്രധാന ബോർഡ് യോഗം മറ്റന്നാൾ ദുബൈയിൽ നടക്കാനിരിക്കെ മീഡിയ വണിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാട്ടക്കരാർ, ഫ്രീ സോൺ, അന്തിമ പ്ലാൻ ഉൾപ്പെടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു അനിശ്ചിതത്വവും നിലനിൽക്കുന്നില്ല. ആദ്യ കെട്ടിടത്തിന്റെ പ്ലാൻ മറ്റന്നാൾ ചേരുന്ന ദുബൈ ബോർഡ് യോഗം അംഗീകരിക്കും. ജൂൺ മാസത്തോടെ തന്നെ പണി തുടങ്ങും. ഇല്ല, അനിശ്ചിതത്വം ഒന്നും തന്നെയില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ എൻവയോൺമെൻറ്റ് ക്ലിയറൻസും നേടിക്കൊണ്ട് അതിൻ്റെ പണി ജൂണിൽ തന്നെ ആരംഭിക്കുകയും അതിനെ തുടർന്ന് മാസ്റ്റർ പ്ലാനിൻ്റെ എൻവയോൺമെൻറ്റ് ക്ലിയറൻസിന് അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രവർത്തന പുരോഗതി അനുസരിച്ച് 5.5 വർഷം കൊണ്ട് തന്നെ പദ്ധതി പൂർണ്ണമായി നടപ്പാക്കും. 1 ലക്ഷം പേർക്ക് ജോലി ഉറപ്പാക്കണമെന്നായിരുന്നു ടീകോമും കേരള സർക്കാരും തമ്മിലെ കരാർ. IT മേഖലയിലെ വൻകിട കമ്പനികൾ ഇപ്പോൾ തന്നെ കൊച്ചി സ്മാർട്ട് സിറ്റിയോട് താൽപ്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ടൗൺഷിപ്പ് സ്വഭാവത്തിലുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ കൊച്ചിയോട് എല്ലാവർക്കും ആഭിമുഖ്യം കൂടുതലാണെന്നും സ്മാർട്ട് സിറ്റി MD വ്യക്തമാക്കി. ഇതിനെ ഒരു IT പാർക്ക് എന്ന് വിളിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊരു ടൗണാണ്, ടൗൺഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഉന്നതർ നാളെ ദുബൈയിലെത്തും. MC നാസർ, മീഡിയ 1, ദുബൈ.